എനിക്കൊരു സംശയം കൂടെ ഉള്ളത്, ഇവിടെ ഈ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് വന്നു. പുള്ളി ഒരു ആക്റ്റീവ് സ്പോർട്സ്മാനാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒരു ഗെയിം കളിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചില കുട്ടികൾക്കൊക്കെ നെക്സ്റ്റ് ഡേ വേറെ അടുത്ത ഗെയിമുണ്ട്. അപ്പോൾ പുള്ളിയുടെ ടീമിലെ പ്ലെയേഴ്സ് ഭയങ്കര നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്ന പ്ലെയേഴ്സാണ്. പക്ഷേ രണ്ടാമത്തെ കളിയിൽ ഇവർ തോക്കും. അപ്പോൾ അവർ സാധാരണ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പിള്ളേർക്ക് നല്ല റെസ്റ്റൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ സ്പോർട്സിൽ വളരെ കൺസിക്യൂട്ടീവായിട്ടുള്ള കളികൾ കളിക്കേണ്ട ആൾക്കാർക്ക് ഇപ്പം ഇന്നൊരു കളിയുണ്ട്, നാളെ ഇപ്പോൾ ഫുട്ബോൾ പോലെയുള്ള കളി, ഈ പ്ലെയേഴ്സിന് ഇതെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ഈ മസിൽ റിക്കവറിക്കൊക്കെ വ്യത്യാസം ഉണ്ടാകും. പെർഫോമൻസ് പ്രത്യേകിച്ച് സ്പോർട്സ് റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ സ്പോർട്സ് മെഡിസിനിൽ മോളിക്കുലർ ഹൈഡ്രജന് വലിയൊരു പങ്ക് തന്നെയുണ്ട്. ഇപ്പോൾ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം അവരുടെ ഒളിമ്പിക്സിന് വേണ്ടി ട്രെയിൻ ചെയ്യുന്ന എല്ലാവർക്കും മോളിക്കുലർ ഹൈഡ്രജൻ തെറാപ്പി കൊടുക്കുന്നുണ്ട്. സ്വിമ്മേഴ്സ് മുതൽ ജാവലിൻ ത്രോവേഴ്സിന് വരെ മോളിക്കുലർ ഹൈഡ്രജൻ തെറാപ്പി കിട്ടുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഒന്ന് മസിൽ റിക്കവറി, ഫസ്റ്റ് തിങ്. രണ്ടാമത്തെ ഫറ്റീഗ് ഒഴിവാക്കാൻ വേണ്ടി. മൂന്നാമത്തെ മസിലിൽ സംഭവിക്കുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് റിമൂവ് ചെയ്യാൻ വേണ്ടി. മസ്കുലർ ഇൻഫ്ലമേഷൻസ് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി. അതുമാത്രമല്ല മസിലിൽ സംഭവിക്കാവുന്ന അകാലമായിട്ടുള്ള അപ്പോപ്ടോസിസ് അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ പറയുന്ന ആൻറ്റി ഓക്സിഡേറ്റീവ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി അപ്പോപ്ടോട്ടിക് പ്രോപ്പർട്ടികളിൽ നിന്ന് പുറമേ ഈ മസിൽ സെൽസിലുള്ള മൈറ്റോകോൺട്രിയകൾക്ക് ഊർജ്ജം കൊടുത്തുകൊണ്ട് ശരിക്കും മൈറ്റോകോൺട്രിയയ്ക്ക് ഊർജ്ജം കൊടുക്കുമ്പോൾ ആ സെല്ലിന് നേരാവണ്ണം വർക്ക് ചെയ്യാൻ പറ്റുമെന്നും, പ്രത്യേകിച്ച് മസിൽ സെൽസ് ആയതുകൊണ്ട് സ്കെലറ്റൽ മസിൽസിൽ ഈ ആക്റ്റിൻ മയോസിൻ ഫിലമെൻറ്റ് വർക്കപ്പ് നല്ല രീതിയിൽ നടക്കുന്നതും അതിലൂടെ നമുക്ക് നല്ല റിസൾട്ട്, സ്പോർട്സ് റിസൾട്ട് നമുക്ക് കാഴ്ചവെക്കാനും സാധിക്കും. സോ ഇത് മാത്രമല്ല, സ്പോർട്സ് ഇഞ്ചുറീസ് നമുക്ക് സംഭവിക്കാം. ജോയിൻറ്റ് ഇഞ്ചുറീസ് ആവാം, മസിൽ ഇഞ്ചുറീസ് ആവാം, അതുപോലെ തന്നെ ഫ്രാക്ചേഴ്സ്, അതുപോലെ തന്നെ ബാക്കിയുള്ള ലിഗമെൻറ്റ് ഇഞ്ചുറിയുടെ ഇതെല്ലാം സംഭവിക്കും. ഒരു ഇഞ്ചുറി സംഭവിക്കുന്ന ഫോക്കസിൽ നമുക്ക് എങ്ങനെ പോയാലും ഇൻഫ്ലമേഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് സംഭവിക്കുന്ന ഒരു സ്ഥലത്ത് ഇൻഫ്ലമേഷൻ നമുക്ക് മോളിക്കുലർ ഹൈഡ്രജൻ തെറാപ്പി വെച്ച് കുറയ്ക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ ആ ഒരു പെയിൻ കൺസംഷൻ അല്ലെങ്കിൽ ആ പേഷ്യൻ്റ് സഫർ ചെയ്യുന്ന ഒരു പെയിൻ ആയാലും അല്ലെങ്കിൽ റിലീവ്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ ബെറ്റർമെൻറ്റിലേക്കുള്ള ടൈം പീരീഡ് ആയാലും കുറയുന്നു. അപ്പോൾ നമുക്ക് സ്പോർട്സ് റീഹാബിലിറ്റേഷൻ എന്നോണം അതുപോലെ തന്നെ സ്പോർട്സ് മെഡിസിനിലും നമുക്ക് മോളിക്കുലർ ഹൈഡ്രജൻ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഡോക്ടർ പറയുന്നതനുസരിച്ച് ഇപ്പോൾ കേൾക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ചിലപ്പോൾ തോന്നാം, എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഹൈഡ്രജൻ പാർലറിൽ പോയിട്ട് അങ്ങനെ ഹൈഡ്രജൻ എടുക്കാൻ സാധിക്കും. ഒരു സിംഗിൾ ടൈം ഓഫ് എക്സ്പോഷർ ഓഫ് മോളിക്കുലർ ഹൈഡ്രജൻ വലിയ അത്ഭുതങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്യില്ല. നമുക്ക് മോളിക്കുലർ ഹൈഡ്രജനെ സംബന്ധിച്ചിടത്തോളം കോൺസ്റ്റൻറ്റ് ആൻഡ് കൺസിക്യൂട്ടീവ് ആയിട്ടുള്ളൊരു എക്സ്പോഷർ, മിനിമം പെർ 10 to 14 days എക്സ്പോഷർ കിട്ടുകയാണെങ്കിൽ നമ്മുടെ ശരീരം തിരിച്ചറിയുകയാണ് അത് എൻ്റെ ശരീരത്തിൽ എക്സോജീനിയസ്ലി മോളിക്കുലർ ഹൈഡ്രജൻ ഒരു സപ്ലൈ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ശരീരത്തിൽ ഡിപ്ലീറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രജൻ സ്റ്റോർസ് വീണ്ടും റിപ്ലീറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല എൻ്റെ ശരീരത്തിൽ, അതായത് തലച്ചോറ് ജനം തിരിച്ചറിയാൻ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ സെല്ലുലാർ മെമ്മറി എന്ന് പറയുന്നതാണ്. സെല്ല് തന്നെ മനസ്സിലാക്കുന്നു, യെസ് മൈ മൈറ്റോകോൺട്രിയ ഈസ് ഗെറ്റിംഗ് ഇനഫ് എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ, സോ ദാറ്റ് അവിടുത്തെ ഹൈഡ്രജൻ ഗ്രേഡിയൻ്റ് നിലനിർത്താനും ഈ മൈറ്റോകോൺട്രിയയ്ക്ക് അതിൻ്റെ അകത്തുള്ള ATP സിന്തേസുകളൊക്കെ നല്ലവണ്ണം വർക്ക് ചെയ്യിപ്പിക്കാനും പറ്റുന്നുണ്ട്. അതിലൂടെ ഒരുപാട് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ എനർജി മുതൽക്കൂട്ടാവുന്നത് ഈ കോശങ്ങളുടെ പ്രവർത്തനത്തിന് വേണ്ടിയാണ്.